നമസ്കാരം. മുതിർന്ന CPM നേതാവ് EP ജയരാജനുമായി മാത്രമല്ല മറിച്ച് സംസ്ഥാനത്തുള്ള എല്ലാ കോൺഗ്രസ് MPമാരുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ തുറന്നു പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ CPMന് ഒരു MP മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് മാത്രമല്ല CPMന്റെയും CPIയുടെയും നേതാക്കളുമായും താൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പ്രകാശ് ജാവദേക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം ജാവദേക്കർ ഉന്നയിക്കുന്നുണ്ട്. EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊന്നും അദ്ദേഹം നടത്തിയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ വിഷയം അവസാനിച്ചു എന്നാണ് ജാവദേക്കർ പ്രതികരിച്ചിരിക്കുന്നത്. തൃശൂരിൽ ഇടത് മുന്നണി സഹായിക്കുകയാണെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ EP-യോട് പറഞ്ഞു. അതിനു പകരമായി SNC ലാവ്ലിൻ കേസും അതിനോടൊപ്പം സ്വർണ്ണക്കടത്ത് എന്നിവ സെറ്റിൽ ചെയ്ത് തരാമെന്നുള്ള ഉറപ്പ് നൽകിയെന്നും എന്നാൽ ഇതിന് EP സമ്മതിച്ചില്ല എന്നുമായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ പ്രതികരണം. എന്നാൽ BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് EP-യുമായി ചർച്ച നടത്തിയെന്ന് മാത്രമാണ് BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. ഈ പരാമർശങ്ങളൊക്കെയും വിവാദമായതോടുകൂടി തന്നെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടിരുന്നു എന്ന് EP ജയരാജനും സമ്മതിക്കേണ്ട ഗതികേടുണ്ടായി. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസമായിരുന്നു വന്നത്, അതുവഴി കടന്നുപോയപ്പോൾ കയറി എന്നായിരുന്നു EP ജയരാജൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ നടന്ന ഈ തുറന്നു പറച്ചിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. പിന്നാലെ ഏതെങ്കിലും ഒരു നേതാവിനെ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് EP ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദല്ലാൾ ബന്ധത്തിനെതിരെ കണക്കിനുള്ള പ്രഹരം നൽകുകയും ചെയ്തിരുന്നു. വിഷയം CPMന്റെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും EP-ക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് EP ജയരാജൻ മാത്രമല്ല മറിച്ച് CPIയിലെയും അല്ലെങ്കിൽ കോൺഗ്രസിലെയും ഒക്കെ കൂടുതൽ നേതാക്കളെ BJPയുടെ കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടു എന്ന് തന്നെയാണ്. എന്തായാലും ജൂൺ 4-ാം തീയതി ജനം വിധി എഴുതും. അതിനുശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ വലിയ തോതിൽ മാറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതിനുള്ള ചില സൂചനകളാണ് ഇപ്പോൾ അവിടെയും ഇവിടെയുമായി പൊട്ടിത്തെറിച്ച് തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.